ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഊണ് തയ്യാറാക്കാം. എന്നാൽ കഴിക്കാൻ അത്യാവശ്യം എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയൊരു ഊണാണ്. നമുക്ക് തിരക്കുള്ള സമയത്തൊക്കെ ഇങ്ങനത്തെ ഒരു ഊണ് ഉണ്ടാക്കിയാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം നമുക്കൊരു പരിപ്പും തക്കാളിയും ചേർത്തിട്ടുള്ള രസമാണിത്. അപ്പോൾ അത് തയ്യാറാക്കാം. അപ്പോൾ അതിന് നമുക്ക് ആദ്യം കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു കൈപ്പിടി തുവരപ്പരിപ്പ് എടുത്ത് വേവിക്കാൻ വെക്കണം. അതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു 3 തക്കാളി ഇതിലേക്ക് ഒന്ന് അരിഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുക്കണം. ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കണം. അപ്പോൾ പരിപ്പും പയറൊക്കെ വേവിക്കുമ്പോൾ എപ്പോഴും ഇത്തിരി എണ്ണ ഒഴിച്ചാൽ പെട്ടെന്ന് തന്നെ നല്ല വെന്ത് കിട്ടും. ഇത് നന്നായിട്ട് തന്നെ ഉടഞ്ഞ് കിട്ടണത്തിൽ ഒരു 3-4 വിസിലിൽ വേവിച്ചെടുക്കാം. ഇതിലേക്ക് ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകും ഒരു 5-6 ഉണക്കമുളകും അതുപോലെ കുറച്ച് വെളുത്തുള്ളി അതുപോലെ 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും അതുപോലെ കുറച്ച് മല്ലിയിലയും വേണം. പിന്നെ ഒരു പുളിക്ക് വേണ്ടിയിട്ട് ഒരല്പം പുളി ആവശ്യമുണ്ടെങ്കിൽ മതി കേട്ടോ. ഒരല്പം ഇതിലേക്ക് ഞാൻ എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ വേവിക്കാൻ വെച്ച പരിപ്പും തക്കാളിയും നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ നമുക്കിത് നല്ലോണം തന്നെ ഇത് ഉടച്ചെടുക്കണം. തക്കാളി നല്ലോണം ഉടഞ്ഞ് വരണം ഈ ഒരു കറി രസത്തിലേക്ക്. സാധാരണ നമ്മൾ പരിപ്പിൻ്റെ വെള്ളം ചേർത്തിട്ട് രസം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തക്കാളി മാത്രം ഇട്ടിട്ടും രസം ഉണ്ടാക്കാറുണ്ട്. ഇത് എടുത്ത് വെച്ചിരിക്കുന്ന ആ പൊടിക്കാനുള്ള എല്ലാം നമുക്കൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്കൊരു ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുകും ഉണക്കമുളകും കറിവേപ്പിലൊക്കെ ഇട്ടൊന്ന് മൊരിയിച്ചെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഈ ചതച്ച കുരുമുളകും വെളുത്തുള്ളിയൊക്കെ കൂടെ ഒന്ന് ചതച്ചെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് കരിഞ്ഞു പോകരുത് കേട്ടോ. അപ്പോൾ തീയൊക്കെ കുറച്ച് വെച്ചാൽ മതി ഈ സമയത്ത്. ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഉണക്കമുളക് ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ അധികം എരിവ് നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് എല്ലാം വഴഞ്ഞ് കഴിയുമ്പോൾ ഈ വേവിച്ച് വെച്ചിരിക്കുന്ന നല്ല ഉടച്ച് വെച്ചിരിക്കുന്ന ഈ പരിപ്പ് തക്കാളി മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കണം. കാരണം ഈ രസത്തിലും സാമ്പാറിലൊക്കെ നല്ലോണം കായം വേണം നമുക്ക്, നല്ല ടേസ്റ്റ് വരുള്ളൂ. പിന്നെ ആ പാകത്തിന് ഉപ്പും ഈ എടുത്ത് വെച്ച പുളിയും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് കുറച്ചും കൂടെ വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് തിളച്ച് വരണമല്ലോ, ഒരു 10 മിനിറ്റെങ്കിലും ഇത് തിളക്കണം. പിന്നെ മല്ലിയില നല്ലോണം ഇട്ട് കൊടുക്കണം. തണ്ടോടുകൂടി തന്നെ അരിഞ്ഞിട്ട് കൊടുക്കുക. നല്ലൊരു ഫ്ലേവർ ആയിരിക്കുള്ളൂ ഇതിലേക്ക്. അപ്പോൾ അതൊരു ചെറിയ തീയിൽ കുറച്ച് സമയം 10 മിനിറ്റെങ്കിലും തിളച്ച് വരട്ടെ. ശരിക്കും പറഞ്ഞാൽ നമുക്ക് കോൾഡ് സമയത്തൊക്കെ ചോറിൻ്റെ കൂടെ ഉണ്ടായി കഴിക്കാൻ പറ്റിയ നല്ലൊരു രസമാണിത് കേട്ടോ. അത്യാവശ്യം കുടിക്കുകയും ചെയ്യാം നമുക്ക്. നല്ല കുരുമുളകും ജീരകവും വെളുത്തുള്ളിയും ഒക്കെ ചേർത്താലേ സൂപ്പർ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണത്. പിന്നെ അടുത്തത് നമുക്ക് ഉണക്കച്ചെമ്മീൻ ചമ്മന്തിക്ക് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. അതുപോലെ ഉണക്കമുളകും ഉപ്പും ചെറിയ ഉള്ളിയും പിന്നെ ഉണക്കച്ചെമ്മീൻ നല്ല വൃത്തിയാക്കിയതിന് ശേഷം ഒരു 3-4 പ്രാവശ്യം കഴുകണം കേട്ടോ. അതിൽ നല്ല പൊടി ഉണ്ടാവും എപ്പോഴും. അപ്പോൾ നമുക്ക് ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഇത് വറുത്തെടുക്കണം. അത് കരിഞ്ഞു പോകരുത്. അപ്പോൾ അതിലേക്ക് ഉണക്കമുളകും കൂടെ ചേർത്ത് വറുത്തെടുക്കുക. വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കുന്ന കാരണം ചെമ്മീനത്തിന് അധികം സ്മെല്ലുണ്ടാവില്ല. ഇപ്പോൾ കരിയാതെ തന്നെ വറുത്തെടുക്കണം. കാരണം ഇത് കരിഞ്ഞാൽ പിന്നെ ഈ ചമ്മന്തിയുടെ ടേസ്റ്റ് പോകും. അത് ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ നമുക്ക് എടുത്തു വെച്ച തേങ്ങ ഒന്ന് മൊരിയിച്ചെടുക്കുക. വെള്ളം ഒന്ന് നല്ലോണം വറ്റിച്ചെടുത്താൽ മതി. ബ്രൗൺ കളറൊന്നും ആവണ്ട. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ എപ്പോഴും നല്ലതാണല്ലോ ചമ്മന്തിയിലേക്ക്. അപ്പോൾ പാകത്തിനൊന്ന് വെള്ളമൊക്കെ വറ്റിയെടുത്തിട്ടുണ്ട് തേങ്ങയുടെ. അതൊന്ന് ചെറുതായിട്ട് ചൂടാറി വരുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുന്നത്. ഇത് മുമ്പൊക്കെ ഇത് അമ്മിയിലിട്ടാണ് പൊടിച്ചെടുക്കുന്നത് അല്ലേ. അതിൻ്റെ ഒരു ടേസ്റ്റ് ആലോചിക്കാൻ വയ്യ. ഇതിലേക്ക് വറുത്ത ചെമ്മീനും ഉണക്കമുളകും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടെ ഒന്ന് തേങ്ങ എല്ലാം കൂടെ ഇട്ടിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. അതിലധികം ഒരു പൊടിഞ്ഞു വരണ്ട, ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇതിലേക്ക് പുളി ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം വാളംപുളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനധികം ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയിൽ പുളി ചേർക്കാറില്ല. മുമ്പൊക്കെ നമ്മൾ അമ്മിയിൽ ഈ ചമ്മന്തി അരച്ചെടുത്തിട്ട് കുറച്ച് ചൂടുള്ള ചോറ് ഈ അമ്മിയിലിട്ട് പുരട്ടി കഴിക്കാറുണ്ട് കുറച്ചെടുത്തിട്ട്. അതിൻ്റെയൊക്കെ ടേസ്റ്റ് സത്യം പറഞ്ഞാൽ ആലോചിക്കാൻ തന്നെ വയ്യ, അത്ര ടേസ്റ്റ് ആയിരുന്നു. ഉണക്കച്ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കിയാൽ എന്തായാലും കുറച്ചൊന്ന് ടേസ്റ്റ് ചെയ്യാതിരിക്കാൻ വയ്യ. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് വെണ്ടക്ക വെച്ചിട്ടൊരു മെഴുക്ക് വരട്ടി ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ കുറച്ച് വെണ്ടക്ക ഇതിലേക്ക് അല്പം സോഡാപ്പൊടി ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് സമയം. എന്നിട്ട് ഒരു 3-4 പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകി വെള്ളം വരാൻ വെക്കണം. കാരണം വെണ്ടക്കയിൽ അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും നല്ലോണം. അതിന് ശേഷം നമുക്ക് 1 ഇഞ്ച് നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ ഇത് അരിയുമ്പോൾ ഇതിനകത്ത് പുഴു ഉണ്ടോ എന്ന് നോക്കണം കേട്ടോ. വെണ്ടക്കയിലൊക്കെ പുഴു ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു 1/4 കിലോ വെണ്ടക്ക ഉണ്ടാവും. അതിലേക്ക് ഒരു 5-6 പീസ് വെളുത്തുള്ളി ഞാൻ ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. മീഡിയം സൈസിലുള്ള 2 സവാള എടുത്ത് നമ്മളൊരു കുറച്ച് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. സവാളക്ക് പകരം നമുക്ക് ഉള്ളി എടുത്താലും മതി കേട്ടോ. ഉള്ളി പൊളിച്ചെടുത്ത് ഇട്ടാൽ മതി.
ഇനി നമുക്കൊരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ തന്നെയാണ് ഇതിലേക്കൊക്കെ ഉണ്ടാക്കാൻ നല്ലത്. അപ്പോൾ അല്പം ചെറിയ ജീരകം ഇട്ട് പൊട്ടി വരുമ്പോൾ നമുക്ക് ഈ ചതച്ച വെളുത്തുള്ളിയും കൂടി ഇട്ടൊന്ന് മൊരിയിച്ചെടുക്കാം. എന്നിട്ട് ഈ എരിഞ്ഞ് വെച്ച വെണ്ടക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ വെണ്ടക്കൊക്കെ ശരിക്കും ഉണ്ടാക്കുമ്പോൾ ഒരു വഴുവഴുപ്പായിട്ട് തോന്നും എപ്പോഴും അല്ലേ. അപ്പോൾ ഉപ്പ് നമ്മൾ ആദ്യം ഇട്ട് കൊടുക്കരുത്. ഉപ്പിട്ടാൽ ഇതിൻ്റെ വഴുവഴുപ്പ് കൂടുന്നു. അപ്പോൾ നല്ലോണം ഒന്ന് കുറച്ച് തീ കൂട്ടി വെച്ചിട്ട് നല്ലോണം ഒന്ന് ചൂടാക്കി എടുക്കണം. ഇതിൻ്റെ വഴുവഴുപ്പൊക്കെ ഒന്ന് പോകട്ടെ. അതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം മാത്രം ഉപ്പും മുളകൊക്കെ ഇട്ടാൽ മതി. കാരണം മുളക് ആദ്യം ചേർത്താൽ പിന്നെ ഇത് കരിഞ്ഞ് പോകുമല്ലോ. അപ്പോൾ വെണ്ടക്ക ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. വെള്ളമൊക്കെ വറ്റിയതിൻ്റെ ഒരു പോയി കഴിഞ്ഞിട്ട് നമുക്ക് ചതച്ച മുളകാണ് ഇതിലേക്ക് നല്ലത് കേട്ടോ. മുളക് പൊടിനേലും നല്ലത് ഇതിലൊക്കെ ചതച്ച മുളകാണ് തോരനുണ്ടാക്കാനും ഒക്കെ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഒരു ഉപ്പ് ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് ഉപ്പ് പിടിക്കും ഇതൊക്കെ. അപ്പോൾ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്ക് ഞാൻ പ്രത്യേകമായിട്ടൊരു പകുതി ചെറുനാരങ്ങ കുരു കളഞ്ഞ് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു പൊടിക്ക് ശർക്കരയും ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. മധുരമായി തോന്നരുത്, ഒരു അല്പം. എന്നിട്ട് അതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലോണം. അധികം മൊരിയിച്ചെടുക്കേണ്ട ആവശ്യമില്ല, നല്ലോണം ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ ഒരു പ്രത്യേക രുചിയായിരിക്കുള്ളത് ഈ ചെറുനാരങ്ങയും അല്പം ശർക്കര ഇതിൽ ചേർക്കുമ്പോൾ. നമ്മളങ്ങനെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പപ്പടം ഒന്ന് പൊരിച്ചെടുക്കാം. പപ്പടം നമ്മൾ വെണ്ണ നല്ല തിളച്ചിട്ടല്ലേ പപ്പടം ഇടുക. അപ്പോൾ നല്ല മുളച്ച് വരുള്ളൂ, ഇങ്ങനെ പൊള്ളച്ച് വരും. അതുപോലെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചിട്ട് നല്ല മൊരിയിച്ചെടുക്കണം പപ്പടം എപ്പോഴും. അപ്പോഴോ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പപ്പടം നല്ല മൊരിഞ്ഞ് വരണം. അപ്പോൾ എല്ലാം നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചൂടോടെ കൂടി തന്നെ, ചോറ് നല്ല ചൂടോടെ കൂടിയാണ് ഊറ്റിയെടുത്തേക്കണം. അപ്പോൾ അതെല്ലാം കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റ് എടുത്ത് സെർവ് ചെയ്യാം. ചൂടോടെ കൂടി തന്നെ നമുക്കിത് കഴിക്കാം. ഇനിയിപ്പോൾ അധികം വൈകാതെ നമുക്കിത് കഴിക്കാം. അതിനൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് ഞാനൊരു വാഴയില വൃത്തിയാക്കി ഒന്ന് വാട്ടിയിട്ടുണ്ട്, അതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചൂടുള്ള ചോറൊക്കെ വാഴയിലയിൽ ഇടുമ്പോൾ ഒരു പ്രത്യേക ഒരു മണവും കഴിക്കുമ്പോഴും നല്ലൊരു രുചിയായിരിക്കുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നല്ല ചൂടുള്ള ചോറാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തിരക്കുള്ള സമയത്ത്, അതുപോലെ മീനൊന്നും കിട്ടാത്ത ഒരു സമയത്ത് നമുക്കിതുപോലെ കറികളൊക്കെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ കോൾഡുള്ള സമയത്തും അതാ ഈ ഒരു രസം ഉണ്ടാക്കാനും നന്നായിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കറി ഒഴിച്ച് കുറച്ച് മെഴുക്ക് വരട്ടിയും വെച്ചിട്ടുണ്ട് വെണ്ടക്കയുടെ. ഇനി നമുക്ക് ചമ്മന്തി വെച്ച് കൊടുക്കാം. ചമ്മന്തി കുറച്ച് അധികം തന്നെ വെക്കാം, എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. പിന്നെ അച്ചാറും അതുപോലെ തന്നെ പപ്പടവും വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഉണക്കച്ചമ്മീൻ ചമ്മന്തി ഉണ്ടെങ്കിൽ കൂടെ മോര് അല്ലെങ്കിൽ തൈര്, അത് ഞാനിതിൽ വെക്കാൻ വിട്ടുപോയതാട്ടോ. അത് സൂപ്പറായിരിക്കുള്ളൂ. ഒരു പപ്പടം വെച്ചിട്ടുണ്ട്. ചമ്മന്തിയും മോരും അല്ലെങ്കിൽ തൈരും കൂട്ടി ചോറ് കഴിച്ചാൽ വെറും ഒരു പപ്പടം മാത്രം മതി. ഒരുപാട് ചോറ് കഴിക്കും നമ്മൾ, അത്ര ടേസ്റ്റ് ആയിരിക്കുള്ളൂ. എന്തായാലും നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.